ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണും. വ്യാജ പരാതിയിൽ, വ്യാജ വീഡിയോയിൽ ഒരു പുരുഷൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസിനും ദീപകിന്റെ ആത്മഹത്യയിൽ ആ പെൺകുട്ടിക്കെതിരെ, ആ വനിതയ്ക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട്. പോലീസ് നടപടികളുമായി മുമ്പോട്ട് പോകും. ലഭ്യമായ വിവരങ്ങളിലൂടെ അറിയുന്നത് ദീപകായിരുന്നു ദീപകിന്റെ കുടുംബത്തിലെ ഏക അത്താണി എന്നുള്ളതാണ്. ദീപകിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ, നിയമപരമായ എല്ലാ സഹായവും ലഭ്യമാക്കാനുള്ള നടപടികൾ ചെയ്യും. മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തു നിന്നടക്കം ദീപകിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കും. ഞാനിപ്പോ കേരളത്തിന് വെളിയിലേക്ക് ഒരു ട്രെയിൻ യാത്രയിലാണ്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പോകാൻ കഴിയാത്തത്. പക്ഷെ ഞങ്ങളുടെ ആൾക്കാർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും എല്ലാവിധ സഹായ സഹകരണങ്ങൾ അവർക്ക് എത്തിക്കുകയും ചെയ്യും. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാം ഏതെങ്കിലും രീതിയിൽ ദീപകിനെ പിന്തുണയ്ക്കണം, സപ്പോർട്ട് ചെയ്യണം. മെൻസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ സമയത്തെ എല്ലാവരും അദ്ദേഹത്തെ ട്രോൾ ചെയ്യുക, വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം ഈ വ്യക്തി മരിച്ച സമയത്ത് നിങ്ങൾക്ക് തോന്നിക്കാണും എത്ര അത്യാവശ്യമായിരുന്നു മെൻസ് കമ്മീഷൻ എന്നുള്ളത്. അത് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ അവർ കിട്ടുന്ന പ്രിവിലേജസ് മിസ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ ഒരു സ്ത്രീ കാരണം ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇല്ലാതായത്. അതുപോലെ പല സ്ത്രീകളും പല പ്രശ്നങ്ങളും അവർക്ക് കിട്ടുന്ന നിയമത്തിൻ്റെ ആനുകൂല്യത മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശബ്ദിക്കാൻ ഇത് വേണമെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഇത്രയും പ്രിവിലേജസ് ഉണ്ടായിട്ടും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ അവരെ നിയമങ്ങളെല്ലാം അനുകൂലമായിട്ടും സ്ത്രീകൾ ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ അതിക്രമത്തിനും നിയമവശങ്ങളും എല്ലാം അനുകൂലമാണെന്ന് പുരുഷന്മാർ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് സ്ത്രീകൾ ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പം അവരെ മോശമായി അപ്രോച്ച് ചെയ്യുന്നത്. അതില്ല, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ ഇത് വീഡിയോ എടുത്ത് ഫേക്കായിട്ടൊരു വീഡിയോ എടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരുടെയും നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയല്ല. കാരണം ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രതികരിച്ച സിറ്റുവേഷനും പ്രതികരിക്കാത്ത സിറ്റുവേഷനൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ആണുങ്ങൾ മിസ്യൂസ് ചെയ്യാതിരുന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് തുല്യത വരുമ്പം കമ്മീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും തുല്യത വരാൻ ചാൻസ് ഉണ്ട്. തുല്യത വരുന്നതൊക്കെ നല്ലതാണ്. ചില കാര്യങ്ങൾക്ക് തുല്യത വന്നാൽ കൊള്ളത്തുമില്ല. സ്ത്രീകൾക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കുറച്ച് നല്ലതുള്ളത് നല്ലതാണ്. കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത്രയും കൂടുതലാണ്. റേപ്പ് ആയിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങളാണ്, ഇത് മിസ്യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ പുരുഷന്മാർ ഉപയോഗിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പം മിസ്യൂസ് ചെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം മിസ്യൂസ് ചെയ്യാതിരുന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.